പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആധുനിക യുഗത്തിലെ ജീവിതശൈലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മറ്റുള്ളവരെ കാണിച്ചു കൂട്ടാനെന്ന വ്യാജേന നടത്തുന്ന ജീവിതശൈലി നിലനിർത്താനുള്ള സമ്മർദ്ദം നമ്മുടെ മനസ്സിനെയും വിശ്വാസത്തെയും തകർക്കുന്നതാണ്. അത് തിരിച്ചറിയാം. നാം ഓരോരുത്തരും സാമ്പത്തിക ക്ലേശങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ ലോകം ആവശ്യപ്പെടുന്ന തിളക്കമുള്ള ജീവിതം, പുറം പൂച്ച് കാണിച്ചുള്ള ജീവിതം, ഉള്ളിൽ ഒന്നുമല്ലാത്ത ശൂന്യതയായി മാറിയ ജീവിതം നിലനിർത്താൻ നാം പാടുപെടുകയല്ലേ? ഇത് വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു പോരാട്ടമാണ്, അർത്ഥമില്ലാത്ത ഒരു യുദ്ധം. കാരണം ദൈവത്തിലല്ല, ഈ ലോകത്തിലെ അനിശ്ചിതത്വങ്ങളിലാണ് നാം പ്രതീക്ഷ അർപ്പിക്കുന്നത്. സങ്കീർത്തനം 36 നാം കാണുന്നത് പോലെ ദുഷ്ടൻ്റെ വഴികൾക്ക് വിപരീതമായി ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞു നിൽക്കുന്നു. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നശ്വരമായ സന്തോഷങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവൻ്റെ ഉറവയിലേക്ക് നാം തിരിയേണ്ട സമയം കഴിഞ്ഞു. കർത്താവായ യേശു പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് തന്നെയല്ലേ നമ്മോട് പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, ദൈവേഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എൻ്റെ കുടുംബാംഗങ്ങൾ എന്ന്. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് നമ്മുടെ ഭാരങ്ങൾ സമർപ്പിക്കാം. അവിടുത്തെ ഹിതം നമ്മുടെയല്ല, ദൈവതിരഹിതം തിരിച്ചറിയാൻ ബൈബിൾ വായിക്കാം, ധ്യാനിക്കാം. വിശ്വാസത്തിൽ, വചനത്തിൽ ഊന്നിയ ക്രിസ്തീയ ജീവിത വിശ്വാസം നമുക്ക് കെട്ടിപ്പടുക്കാം. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾക്ക് പകരം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താം. നമ്മുടെ ജീവിതം, ദാനം കിട്ടിയ ഈ ജീവിതം, ഇന്നും നമ്മളെ ബാക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഈ ജീവിതം ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളെയും അവിടുന്ന് നമുക്ക് വേണ്ടി നന്മയാക്കി പരിണമിപ്പിക്കും. അതിനാൽ ബാഹ്യമായ തിളക്കമല്ല സഹോദരങ്ങളെ, ആന്തരികമായ ദൈവാനുഭവമാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ ദിവസവും ഈ മനോഹരമായ ദൈവാനുഭവത്തിനായി, ആ ദൈവത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ, ആ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ നടമാടുവാൻ നമുക്ക് തയ്യാറെടുക്കാം. അനുദിനം ഓരോ നിമിഷവും പരിശ്രമിക്കാം, കർത്താവിന് വേണ്ടി കാത്തിരിക്കാം.